നമസ്കാരം ഫ്രണ്ട്സ്. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 41 വർഷത്തിന് ശേഷമാണ് ബഹിരാകാശത്ത് ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത്. ഇതിന് മുൻപെത്തിയ ആൾ രാകേഷ് ശർമ്മയായിരുന്നു. ശുഭാംശു ശുക്ല ഒരു യു പി സ്വദേശിയാണ്. സ്വദേശം യു പി ആണ്. അദ്ദേഹം ഒരു എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു. ഒരു ഫൈറ്റർ പൈലറ്റ് ആണ് അദ്ദേഹം. പോകുന്ന റോക്കറ്റ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 എന്ന റോക്കറ്റിലാണ്. സ്പേസ് എക്സിൻ്റെ സ്ഥാപകനാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ സ്ഥാപനമാണ് സ്പേസ് എക്സ്. വിക്ഷേപണ സ്ഥലം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്റർ ആണ്. ഇത് അമേരിക്കയിലാണുള്ളത്. ഈ ദൗത്യത്തിൻ്റെ പേരാണ് ആക്സിയം 4. ഡ്രാഗൺ പേടകത്തിൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഡ്രാഗൺ പേടകം എന്ന് വെച്ചാൽ ഇവർ പോകുന്നത് ഈ ഫാൽക്കൺ 9 എന്നുള്ള ഈ റോക്കറ്റിൽ ആണെങ്കിലും അന്താരാഷ്ട്ര ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ റോക്കറ്റിൽ നിന്ന് ഈ ഡ്രാഗൺ പേടകം വേർപ്പെടുകയും ഈ ഡ്രാഗൺ പേടകത്തിലായിരിക്കും പിന്നീട് ഇവർ ഉള്ളത്. ഈ ഡ്രാഗൺ പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡോക്കിംഗ് എന്നാണ് ഈ പ്രക്രിയയ്ക്ക് പറയുന്നത്. യൂട്യൂബിലേക്ക് അടിച്ചുവിടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പല ഹോളിവുഡ് സിനിമകളിലും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാസ, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, സ്പേസ് എക്സ് എന്നിവയുടെ സംയുക്ത യാത്രയാണിത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച 5 വിത്തനങ്ങൾ കൂടി പ്രത്യേകം തയ്യാറാക്കിയ പെട്ടിയിൽ ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെല്ല്, ജ്യോതിയുമ എന്നീ വർഗത്തിൽപ്പെട്ട നെല്ല്, തിലകാര എന്ന ഇനം എള്ള്, അതോടൊപ്പം തന്നെ തക്കാളി, വഴുതന, കുറ്റിപ്പേർ എന്നിവയാണ് എത്തുന്നത്. ഇവ 2 ആഴ്ചയോളം ശുഭാംശു ശുക്ലയോടൊപ്പം ഈ വിത്തനങ്ങൾ അടങ്ങിയ പെട്ടിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാണും. അതിനുശേഷം തിരികെ കൊണ്ടുവന്ന് അതിലുണ്ടായ മാറ്റങ്ങൾ, ഈ 2 ആഴ്ച കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെന്ന് കണ്ടെത്തുകയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. എന്നാൽ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ രാകേഷ് ശർമ്മയാണ്. ആരാണ് രാകേഷ് ശർമ്മ? സ്പേസിലെത്തിയ ആൾ ആരെന്ന് ചോദിച്ചാൽ അത് രാകേഷ് ശർമ്മയാണ്. 84 ഏപ്രിൽ 2 റഷ്യയുടെ പേടകത്തിൽ. മാറിപ്പോലും സ്പേസും സ്പേസ് സ്റ്റേഷനും